ഹലോ നമസ്കാരം. ബോളി എന്ന് കേട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പത്തനംതിട്ടക്കാർക്ക് ഇതേ ആദ്യം ഓർമ്മ വരുന്ന സാധനം ഇതാ കേട്ടോ, പപ്പടം ബോളി അല്ലെങ്കിൽ പപ്പടവട അന്ന ഐറ്റം. പിന്നെ രണ്ടാമതൊന്നുകൂടെ പറഞ്ഞെങ്കിലേ ചിലപ്പോൾ നമ്മുടെ മഞ്ഞ കളറിലുള്ള മറ്റേ തിരുവനന്തപുരം ഭാഗത്ത് കിട്ടുന്ന ബോളിയും പായസം കൂടെ കൂട്ടി അടിക്കുന്ന ആ ബോളിയില്ലേ, ആ സംഭവം ഓർമ്മ വരത്തുള്ളൂ. ഈ സാധനം മിക്കുള്ള കടകളിലും കിട്ടുന്ന ഐറ്റമാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഉണ്ടാക്കി നോക്കാം. ഒരു കപ്പ് അരിപ്പൊടി, അതായത് നമ്മുടെ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടിയും അതിൻ്റെ കൂട്ടത്തിൽ 1 ടേബിൾ സ്പൂൺ മൈദയും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ഇടുക. പിന്നെ വേണ്ടത് നമ്മുടെ ചെറുജീരകവും നല്ല ജീരകവും 1 ടീസ്പൂണ്, അതുപോലെ തന്നെ മുളക് പൊടി 1 ടീസ്പൂണ്, കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കായവും കൂടെ ചേർക്കുക. ഉപ്പ് ലേശം മാത്രം ചേർത്താൽ മതി. ഓൾറെഡി നമ്മുടെ ഈ പപ്പടത്തിന് നല്ല ഉപ്പ് കാണുമേ. അപ്പം അതും കൂടെ ചേർത്തിട്ട് കുറച്ച് എള്ളും കൂടി ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മിക്സ് റെഡി. ഇനിയുള്ള കാര്യം ആർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ എണ്ണ അങ്ങോട്ട് നല്ലപോലെ ചൂടായി വരുമ്പം അതിനകത്തേക്ക് നമ്മുടെ പപ്പടം ഇങ്ങോട്ട് എടുക്കുക. പപ്പടം ഈ മിശ്രിതത്തിലോട്ട് മുക്കി അങ്ങോട്ട് പൊള്ളിച്ചിങ്ങെടുക്കുക. അത്രയേ ഉള്ളൂ കാര്യം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നല്ല പപ്പടമാണെങ്കിൽ അടിപൊളിയായിട്ട് പൊങ്ങി വരും. ഞാൻ മേടിച്ച പോലെ ഇങ്ങനത്തെ പപ്പടമാണെങ്കിൽ അധികം അങ്ങോട്ട് പൊങ്ങി വരത്തില്ല. അപ്പം നാട്ടിൽ നല്ല ഗുരുവായൂർ പപ്പടം കിട്ടും. പണ്ടൊരു പരസ്യം ഉണ്ടായിരുന്നു, കെയ്ത്ത് ആൻഡ് വാൻഡ്, നാമം മാത്രം ധാരാളം. അതുപോലെയാണ് ഇപ്പം ഗുരുവായൂരിന് എഴുതി വെച്ചേക്കുന്ന എല്ലാം ഒന്നും നല്ല അടിപൊളി പപ്പടമല്ല. അപ്പം ഉള്ളതും നല്ല ഗുരുവായൂർ പപ്പടം മേടിച്ച് കഴിഞ്ഞിട്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു പൊങ്ങി നല്ല കറുമുറാന്നിരിക്കുന്ന സെറ്റപ്പ് വരും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി സംഭവമാണ്. 4 മണിക്കൊരു ചായയും ഈ സാധനം ഉണ്ടെങ്കിൽ പൊളിയാണ്. ഞങ്ങളുണ്ടാക്കി പപ്പടം വെച്ചിട്ട് വലുതായതുകൊണ്ടും അധികം കൊണ്ട് പൊങ്ങാത്തതുകൊണ്ടും ചെറിയൊരു സങ്കടമുണ്ട്. എന്ന് പറഞ്ഞാലും വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ വലിയ കോംപ്രമൈസ് ഒന്നും കാണത്തില്ല. കാരണം ചേർക്കേണ്ടതൊക്കെ നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ സ്നാക്സ് ഒക്കെ എല്ലാവരും പരീക്ഷിച്ച് നോക്കുക. ബൈ ഫ്രം സ്ട്രീറ്റ്സ് ആൻഡ് ഫുഡ്.